ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ജയക്കുട്ടിയുടെ മുടിയൊക്കെ വെട്ടി കേട്ടോ. നാട്ടിൽ വെച്ചാണ് വെട്ടിയത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ ജയക്കുട്ടിയുടെ തലമുടി വെട്ടി അവൻ ഇന്ന് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാർബർ ഷോപ്പിലോട്ട് പോയതാണ് കേട്ടോ. രാവിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാർബർ ഷോപ്പിലോട്ട് പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ചേട്ടനുമാണ്. എൻ്റെ അനിയനൊക്കെ പണ്ട് തൊട്ട് ഈ കടയിലാണ് കേട്ടോ വെട്ടുന്നത്. അറിയാവുന്നവരൊക്കെ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ചേട്ടനെ തന്നെയാണ് നോക്കി വന്നതും. അങ്ങനെ ജയക്കുട്ടിയാണെങ്കിൽ കണ്ടുടഞ്ഞ് തലമുടി വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ആഹ ബഹളത്തിൽ ഓടി ചാടിക്കറി ചേറയിലൊക്കെ ഇരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഇവൻ എടുക്കണമല്ലോ, വഴക്കൊന്നും ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വഴക്കും ഇല്ലാതെ ഇങ്ങനെ മുടി വെട്ടാതിരിക്കുന്നത്. ആ കണ്ണാടി തന്നെ നോക്കിയിരിക്കുമായിരുന്നു, ഒരു വഴക്കുമില്ലായിരുന്നു. അവനിങ്ങനെ കുരിഞ്ഞ് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചിരിക്കുമായിരുന്നു. എന്തോ പറ്റുന്ന അറിയത്തില്ല. അല്ലെങ്കിൽ കാർട്ടൂൺ വേണം, അത് വേണം, ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന കുട്ടിയാണ്. ഇത്തവണ ഒരു വഴക്കും ഇല്ലാതിരിക്കുവാണ്. അങ്ങനെ എന്നിട്ട് ചേട്ടനാണെങ്കിൽ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കാണുന്നുണ്ട് വിശേഷങ്ങളും എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെയാണ്, എന്താണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ നോൺ സ്റ്റോപ്പില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പണ്ടാണെങ്കിൽ എൻ്റെ അനിയനെ ഇവിടെയാണ് വെട്ടുന്നത് തലമുടിയൊക്കെ. അപ്പോൾ ഇവൻ കുറേ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ ചേട്ടൻ അതുപോലെ വെട്ടുകയും ചെയ്യും. എന്നിട്ട് വെട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും അമ്മ കാണുന്നത്. അമ്മ കണ്ടുടഞ്ഞ് ഫോൺ വിളിച്ചിട്ട് പറയും ഇങ്ങനെ വെട്ടേണ്ട, നോർമലായിട്ട് തന്നെ വെട്ടിയാൽ മതി, അവൻ പല സ്റ്റൈലുകളും പറയുമെന്ന് പറയും. എന്നിട്ട് ഇവനെ വീണ്ടും ഒരു ഓട്ടോ വിളിച്ച് ഇവനെ അവിടെ കൊണ്ടുപോകും അമ്മ. എന്നിട്ട് ഫുള്ള് വെട്ടിയൊക്കെയാണ് വരുന്നത്. ഇവൻ ഭയങ്കര കരച്ചിലാണ്. നമുക്കിപ്പോൾ അമ്മയോട് ദേഷ്യം വരെ തോന്നും, എന്തിനാ അമ്മ അവൻ്റെ ഇഷ്ടത്തിനല്ലേ വെട്ടേണ്ടതെന്നൊക്കെ. പക്ഷെ അമ്മ പറയും സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് വഴക്കുറയും, അങ്ങനെ ഇങ്ങനെ കൊച്ചല്ലേ 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 6ലും ഒക്കെ പഠിക്കുന്ന സമയത്തായിട്ട് ഇവന് ഈ കുസൃതി എല്ലാം കാണിക്കുന്നത്. അവസാനം പിന്നെ ആ ചേട്ടൻ പറയും നിന്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സങ്കടമാടാതൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. എനിക്കും സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചെയ്തിട്ട് പിന്നെ ടീച്ചർ വിളിച്ച് വീട്ടിൽ പറയും തലമുടി വെട്ടിക്കൊണ്ടുവരും. എന്തിനാ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്, അതൊക്കെ വെച്ചാണ്. അപ്പോൾ അവൻ ഇപ്പം പറയുവാണ് ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കൊച്ചുമോൻ ഏത് സ്റ്റൈലിൽ വെട്ടുന്നതിനും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ജയക്കുട്ടി തലമുടിയൊക്കെ വെട്ടി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഫൈനൽ ലുക്ക്. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നമ്മൾ എവിടെ പോയത് എന്തോന്നൊക്കെ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ പറയുക ഞാൻ തലമുടി വെട്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് സംസാരിക്കുവാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു, ബൈ ബൈ.